ഹലോ മക്കളെ, നമ്മൾ ഇന്ന് നോക്കുന്നത് 1-ാം ക്ലാസ്സിൻ്റെ മാത്സിലുള്ള 4-ാമത്തെ ചാപ്റ്ററാണ് കേട്ടോ. ചിത്രത്തിൽ ആരാണ് കാണുന്നത്? കൊടയൊക്കെ ചൂടിയിട്ട് അല്ലേ? ആരാണത്? മാവേലിയാണ് അല്ലേ? പിന്നെയോ 2 കുട്ടികൾ ഊഞ്ഞാലിൽ ആടുന്നുണ്ട് അല്ലേ? അപ്പോൾ എന്താണ് നമ്മുടെ ചാപ്റ്ററിൻ്റെ പേര്? ജോയ്ഫുൾ ഓണം. നിങ്ങൾ എപ്പോഴാണ് പൂക്കളം ഇടാറുള്ളത്? ഓണത്തിനാണല്ലേ. അപ്പോൾ കുറച്ച് കുട്ടികളൊക്കെ പറമ്പിൽ നിന്നും മുറ്റത്തുനിന്നും ഒക്കെ ചെടികളിൽ നിന്നൊക്കെ പറിക്കൂലേ പൂക്കൾ. മറ്റു കുട്ടികൾ അധികവും വാങ്ങിക്കൊടുക്കാറായിരിക്കില്ലേ രക്ഷിതാക്കൾ ഉണ്ടാവുക. ഇപ്പം പൂക്കളൊന്നും അങ്ങനെ കിട്ടാനില്ല അല്ലേ. അപ്പോൾ ഇതാ ഇവിടെ കുറേ കുട്ടികൾ പൂക്കൾ പറിക്കുകയാണ് പൂക്കളിടാൻ വേണ്ടിയിട്ട്. ഓണം ഇൻ 10 days സ്റ്റാർട്ടിങ് വിത്ത് അത്തം. അത്തം 10-ന് പൊന്നോണം, പൂക്കളം ഒരുക്കണം. അപ്പോൾ അതാ ഇവിടെ ഒരു ഫാമിലീനെ കാണിക്കുന്നുണ്ട് അല്ലേ. ഒരു അച്ഛനുണ്ട്, അമ്മയുണ്ട്, 2 കുട്ടികളുണ്ട്. അപ്പോൾ അച്ഛൻ ചോദിക്കുകയാണ്, ഹൗ അബൌട്ട് ഓണം വിത്ത് ഗ്രാൻഡ്മ? നമ്മൾ ഈ പ്രാവശ്യത്തെ ഓണം ഗ്രാൻഡ്മയോടൊപ്പം അല്ലേ, മുത്തശ്ശിയോടൊപ്പം ആഘോഷിച്ചാലോ? അപ്പോൾ അമ്മ പറയും, നൈസ്. മകനാണെങ്കിലോ, ഗ്രേറ്റ്, ദാറ്റ് വിൽ ബി ഫൺ അല്ലേ, നല്ല രസമായിരിക്കും എന്ന് പറയാണ്. അങ്ങനെ അവർ മുത്തശ്ശിയുടെ അടുത്തേക്ക് പോയി അല്ലേ. അപ്പം കുട്ടികൾ കണ്ടപാടെ മുത്തശ്ശി അല്ലേ ഗ്രാൻഡ്മാന്ന് വിളിച്ചുകൊണ്ട് ഓടുകയാണ്. നിങ്ങളും അങ്ങനെ തന്നെയല്ലേ ചെയ്യാറുള്ളത്? അപ്പം മുത്തശ്ശി പറയാണ്, സോ ഗുഡ് ടു സീ യു കിഡ്സ്. അപ്പം നിങ്ങളെ കണ്ടതിൽ ഭയങ്കര സന്തോഷമാണെന്ന് പറയാണ്. അടുത്തത് പൂക്കളം. നീരവ്, നിയ ആൻഡ് ഗ്രാൻഡ്മ പിക്ക്ഡ് ഫ്ലവേഴ്സ് ഫോർ ദ പൂക്കളം. അപ്പോൾ പൂക്കളം ഇടാൻ വേണ്ടിയിട്ട് നീരവും നിയയും ഗ്രാൻഡ്മയും കൂടെ കുറച്ച് പൂക്കൾ പറിച്ചുകൊണ്ട് വന്നിട്ടുണ്ട്. ഇനിയോ കൗണ്ട് ആൻഡ് റൈറ്റ്. അത് എത്ര എണ്ണമാണ് ഓരോരുത്തർക്കും കിട്ടിയിട്ടുള്ളതെന്ന് നമ്മൾ കൗണ്ട് ചെയ്തിട്ട് എഴുതാനാണ് പറഞ്ഞിട്ടുള്ളത്. ഓരോരുത്തരുടേതും അവിടെ വിരിച്ച് വെച്ചിട്ടുണ്ടല്ലേ. എന്തൊക്കെ പൂക്കളാണുള്ളത്? ഒലിയാണ്ടർ അതായത് അരളി, റോസ്, ജാസ്മിൻ അഥവാ മുല്ല, പിന്നെ ക്രിസാന്തമം അഥവാ ജമന്തി, പിന്നെ ഏതാ ഉള്ളത്? ഗ്ലോബ് അമരന്ത്, പിന്നെ അത്രയൊക്കെ തന്നെയുള്ളൂ അല്ലേ. അപ്പോൾ നീരവിന് എത്ര എണ്ണം കിട്ടിയിട്ടുണ്ട്? അരളിപ്പൂവ് എത്ര എണ്ണം കിട്ടി? 4 എണ്ണമാണ് അല്ലേ. പിന്നെ അരളിപ്പൂവ് ആർക്കാണ്? നീയക്കും എത്ര എണ്ണം കിട്ടിയിട്ടുണ്ട്? 10 എണ്ണം കിട്ടിയിട്ടുണ്ട്. പിന്നെ റോസ് നീരവിന് എത്ര എണ്ണം കിട്ടി? 3 എണ്ണം കിട്ടിയിട്ടുണ്ട്. നീയക്ക് 1 ആണല്ലേ കിട്ടിയിട്ടുള്ളത്. പിന്നെ ജാസ്മിൻ എത്ര എണ്ണമാണ് നീരവിന്? 10 എണ്ണം ഉണ്ട്. പിന്നെ ജാസ്മിൻ കിട്ടിയത് ആർക്കാണ്? മുത്തശ്ശിക്കാണ് അല്ലേ. മുത്തശ്ശിക്കും 10 എണ്ണമാണുള്ളത്. പിന്നെ അടുത്തത് ഏതാണ് ഫ്ലവർ? ക്രിസാന്തമം അല്ലേ, ആ യെല്ലോ കളറിലുള്ളത്. എത്ര എണ്ണം കിട്ടിയിട്ടുണ്ട് നീരവിന്? 2 എണ്ണമാണ്. മുത്തശ്ശിക്കും 2 എണ്ണമാണ് അല്ലേ. പിന്നെ ഗ്ലോബ് അമരന്ത് വാടാമല്ലി കിട്ടിയിരിക്കുന്നത് നിയക്കും ഗ്രാൻഡ്മക്കുമാണ്. അപ്പോൾ നിയക്ക് എത്ര എണ്ണം കിട്ടിയിട്ടുണ്ട്? 6 എണ്ണം അല്ലേ കിട്ടിയിട്ടുണ്ട്. മുത്തശ്ശിക്ക് 3 എണ്ണമാണ് കിട്ടിയിട്ടുള്ളത്. അടുത്തത് എന്താണ്? ദേ സോർട്ടഡ് ദ ഫ്ലവേഴ്സ് ഇൻ ടു ഡിഫറെൻറ്റ് ബാസ്ക്കറ്റ്സ്. ഹൗ മെനി ഓഫ് ഈച്ച്? അങ്ങനെ അവർ ഒരേപോലുള്ള പൂക്കളൊക്കെ ഓരോ ബാസ്ക്കറ്റിൽ ഇടുകയാണ്. അപ്പോൾ ഓരോന്നിലും എത്ര എണ്ണം ഉണ്ടെന്ന് കണ്ടുപിടിക്കണം. അപ്പം റോസ് നീരവിന് എത്രയാണ് കിട്ടിയിട്ടുള്ളത്? 3 ആണ് അല്ലേ. നിയക്കോ 1 ആണ്. അപ്പോൾ 3നോട് 1 കൂട്ടിയാൽ എത്രയാണ്? 3 ഫിംഗർ എടുക്കുക അല്ലേ, 3 വിരൽ എടുക്കുക. അതിനോട് 1ഉം കൂടെ കൂട്ടിയാൽ എത്രയാണ്? 3 + 1 4 ആണ് അല്ലേ. നെക്സ്റ്റ് ക്രിസാന്തമമാണ് അല്ലേ, ജമന്തി. നീരവിന് എത്ര എണ്ണമാണ് കിട്ടിയിട്ടുള്ളത്? 2 ആണ് അല്ലേ. ഗ്രാൻഡ്മക്കോ 2 തന്നെയാണ്. അപ്പോൾ 2 and 2 make 4 അല്ലേ. 2ഉം 2ഉം എത്രയാണ്? 4 ആണ് അല്ലേ. ടോട്ടൽ 2 + 2 = 4. അടുത്തത് ഏതാണ്? ജാസ്മിൻ ആണ്, മുല്ല. നീരവിന് എത്രയാണ് കിട്ടിയിട്ടുള്ളത്? 10 ആണ് അല്ലേ. 10 എണ്ണം കിട്ടിയിട്ടുണ്ട്. ഗ്രാൻഡ്മക്കോ 10 തന്നെയാണ് കിട്ടിയിട്ടുള്ളത്. അപ്പോൾ 2 ആളുകളുടെയും 10ഉം 10ഉം കൂട്ടിയാൽ എത്രയാണ്? 10ഉം 10ഉം കൂട്ടിയാൽ 20 അല്ലേ. 20 ആണ്. ടോട്ടൽ 10 + 10 = 20. ഹൗ മെനി ജാസ്മിൻ? അപ്പോൾ എത്ര ജാസ്മിൻ ഉണ്ട് മൊത്തം? 20 അല്ലേ. 20 ആണ്. അടുത്തത് അരളിപ്പൂവാണ് അല്ലേ. അപ്പം നീരവ് ബ്രോട്ട് എത്രയാണ്? എത്ര എണ്ണം കൊടുത്തു? 10. നീ ആണെങ്കിൽ 4. അപ്പം 10 and 4 make 10ഉം 4ഉം കൂട്ടിയാൽ എത്രയാണ്? 14. ടുഗദർ ദേ ബ്രോട്ട് 14. ടോട്ടൽ 10 + 4 = 14. 14 ആണല്ലേ. 10 + 4 = 14. അടുത്തത് ഏതാണ്? ഗ്ലോബ് അമരന്ത് അല്ലേ, വാടാമല്ലി. വാടാമല്ലി നീയൊക്കെ എത്രയാണ് കിട്ടിയത്? 6.
മുത്തശ്ശിക്കോ ഗ്രാൻഡ്മക്ക് 3 ആണല്ലേ കിട്ടിയത്. അപ്പം 6 and 3 make 9. ടോട്ടൽ 6 + 3 = 9. 6 പിന്നെ 6നോട് 3 കൂട്ടാനാണെങ്കിൽ മക്കൾ എളുപ്പത്തിന് ആ 6 അങ്ങ് മനസ്സിൽ വെക്കുക. ഒരു സംഖ്യ വലിയൊരു സംഖ്യ മനസ്സിൽ വെക്കുക. ചെറുത് എന്ത് ചെയ്യുക, മുന്നോട്ട് എണ്ണുക. 7, 8, 9 അല്ലേ. അങ്ങനെ സിമ്പിളായിട്ട് ചെയ്യാൻ പറ്റൂ കേട്ടോ. Father also bought some flowers. They drew an outline for the പൂക്കളം. Color it. അപ്പോൾ കുട്ടികൾക്ക് അച്ഛനും കുറേ പൂക്കൾ കൊടുത്തു. അന്നേരം അവർ പൂക്കളത്തിൻ്റെ ഒരു ഔട്ട്ലൈൻ വരച്ച് വെച്ചിട്ടുണ്ട്. ഹൗ മെനി സർക്കിൾസ് ഇൻ ദീസ്. അപ്പോൾ ഇത് കളറ് കൊടുക്കണം കേട്ടോ, നല്ല ഭംഗിയാക്കിയിട്ട്. അപ്പോൾ എത്ര സർക്കിൾസ് ഉണ്ട് എന്നാണ് ചോദിച്ചിട്ടുള്ളത്. വട്ടങ്ങൾ എത്ര എണ്ണം ഉണ്ട് എണ്ണി നോക്കിക്കേ. നടുവിൽ ഒന്നുണ്ട്, ഒരു ചെറുതുണ്ട്, പിന്നെ ഒന്നും കൂടെ ഉണ്ട് അല്ലേ. അപ്പോൾ 2, 3, 4, 5, 6, 7, 8, 9, 10, 11, 12, 13, 14, 15, 16, 17, 17 ആണ് അല്ലേ. ലെറ്റ്സ് മേക്ക് എ ഗാർലൻഡ്. They made a garland with the remaining flowers. How many chrysanthemum in the garland? അപ്പോൾ അവർ പൂക്കളിട്ടതിൻ്റെ ബാക്കി കൊണ്ട് ഒരു മാല ഉണ്ടാക്കി. അപ്പോൾ എത്ര ജമന്തി പൂക്കളുണ്ട് ആ മാലയിൽ? 1, 2, 3, 4. യെല്ലോ കളറിലുള്ളത്, മഞ്ഞ കളറിലുള്ളത് എത്ര എണ്ണമാണ്? 4 എണ്ണമാണ് അല്ലേ, 4. അടുത്തത് ഹൗ മെനി റോസസ്. എത്ര റോസ് ഉണ്ട്? 1, 2, 3 അല്ലേ, 3 എണ്ണമാണ്. ഹൗ മെനി ഗ്ലോബ് അമരന്ത്. എത്ര എണ്ണം ഉണ്ട്? വാടാമല്ലി 2 ആണ് അല്ലേ. ലുക്ക് അറ്റ് ദ പാറ്റേൺ ഓഫ് ഫ്ലവേഴ്സ്. അപ്പോൾ ഫ്ലവേഴ്സിൻ്റെ പാറ്റേൺ നോക്കുക. ഡ്രോ മോർ ഫ്ലവേഴ്സ് ഇൻ ദ സെയിം പാറ്റേൺ ആൻഡ് കളർ ദം. അപ്പോൾ നിങ്ങൾ ഇതുപോലെ കൂടുതൽ പാറ്റേൺ ഉണ്ടാക്കാനാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ അതുപോലെ തന്നെ ആദ്യം ഈ വാടാമല്ലിയുടെ അടുത്ത് 3 റോസ് വരയ്ക്കുക, പിന്നെ 4 ജമന്തി വരയ്ക്കുക, പിന്നെ 2 വാടാമല്ലി വരയ്ക്കുക. അപ്പോൾ മൊത്തം എത്ര എണ്ണമായി? ഡിഡ് യു ഡ്രോ ദ സെയിം നമ്പർ ഓഫ് ഫ്ലവേഴ്സ്. അപ്പം നിങ്ങൾ ഒരേപോലെയുള്ള ഫ്ലവേഴ്സ് അല്ലേ വരച്ചത്. ഹൗ മെനി ഫ്ലവേഴ്സ് ഇൻ ഓൾ. അപ്പോൾ മൊത്തം എത്ര ഫ്ലവേഴ്സ് ആയിട്ടുണ്ട്? ആദ്യം 9 ആണ്. അപ്പോൾ ഒരു 9ഉം കൂടെ ഇതിൽ വരച്ച് ചേർത്തപ്പോൾ 9 + 9 18 ആയില്ലേ. അടുത്തത് നീരവ് ആൻഡ് ഫ്രണ്ട്സ് സാങ്. അപ്പം നീരവും ഫ്രണ്ട്സും കൂടെ പാടുകയാണ്. എ റിംഗ് ഓഫ് റോസസ് റെഡ് ആൻഡ് ബ്രൈറ്റ്, എ റിംഗ് ഓഫ് ലില്ലീസ് പ്യുവർ ആൻഡ് വൈറ്റ്, മംസ് ആൻഡ് ലോട്ടസ് ആൻഡ് മാരി ഗോൾഡ്, ഓറഞ്ച് ആൻഡ് പിങ്ക് ആൻഡ് ഷൈനിങ് ഗോൾഡ്, മെനി എ ഫ്ലവർ മെനി എ കളർ, മേക്ക് എ പ്രിറ്റി പൂക്കളം, വെൽക്കം ഓ കിങ് മാവേലി. ഈ പാട്ടിൽ പല നിറത്തിലുള്ള ഫ്ലവേഴ്സ് കൊണ്ട് പൂക്കളം ഒരുക്കിയിട്ട് മാവേലിയെ കാത്തിരിക്കുന്നു എന്നാണ് പറയുന്നത്. നെക്സ്റ്റ് ബാംഗിൾസ് അല്ലേ, വളകൾ. ബ്യൂട്ടിഫുൾ ബാംഗിൾസ്, നല്ല ഭംഗിയുള്ള വളകളാണ് അല്ലേ കയ്യിലുള്ളത്. വാട്ട് ഹാഡ് ഗ്രാൻഡ്മ ബോട്ട് ഫോർ നിയ. ഗ്രാൻഡ്മ നിയക്ക് എന്താണ് കൊടുത്തത്? വളകളാണ് അല്ലേ, ബ്യൂട്ടിഫുൾ ബാംഗിൾസ്. നിയ ഈസ് ഹാപ്പി. നിയ നല്ല സന്തോഷത്തിലാണ്. ഷീ കൗണ്ടഡ് ദ ബാംഗിൾസ്. അപ്പോൾ അവൾ എണ്ണി നോക്കുകയാണ് എത്ര എണ്ണം ഉണ്ടെന്ന്. ഹൗ മെനി ബാംഗിൾസ്. ഓരോ കൈമൽ എത്ര എണ്ണാണുള്ളത്? 1, 2, 3, 4, 5, 6. അതുപോലെ മറ്റേ കൈമലും അല്ലേ. അപ്പോൾ 6 + 6 എത്രയാണ്? 12 ആണ്. ക്യാൻ ബി വോൺ ഇൻ ഡിഫറെൻറ്റ് വേസ്, ഡിഫറെൻറ്റ് നമ്പേഴ്സ് ഓൺ ഈച്ച് ആം. അപ്പോൾ 12 വളകളല്ലേ ഉള്ളത്, 12 ബാംഗിൾസ് അല്ലേ. ആ 12 വളകളും ഓരോ ദിവസം ഓരോ രീതിയിൽ വേണം ഇടാൻ. 2 കൈമലും ഡിഫറെൻറ്റ് നമ്പേഴ്സ് ആക്കിയിട്ട് ഇടാം. അപ്പോൾ ഫസ്റ്റ് ഡേ എങ്ങനെ ഇടാം? ഒരു കൈമൽ 5 ഇടാം, ഒരു കൈമൽ 7 ഇടാം, പിന്നെയോ ഒരു കൈമൽ 8 ഇടാം. അപ്പോൾ എത്രയാണ്? മറ്റേ കൈമൽ 4 എണ്ണം ഇടാം അല്ലേ. പിന്നെ ഒക്കെ 2 കൈമലും കൂടെ 12 എണ്ണം അല്ലേ ഉണ്ടാവുക. പിന്നെ ഒരു കൈമൽ 9 എണ്ണം ഇടാം, അപ്പം മറ്റേ കൈമൽ 3 എണ്ണമാണ്. പിന്നെയോ ഒരു കൈമൽ എങ്ങനെ ഇടാം? 10, 2 അങ്ങനെ ഇടാം. പിന്നെ ഒരു ദിവസം വേണമെങ്കിൽ 11ഉം 1ഉം ഇടാം അല്ലേ. നെക്സ്റ്റ്
റയാൻ കം ഫോർ ദ ഓണം ഫസ്റ്റ്. റയാനും ഓണസദ്യ കഴിക്കാൻ വേണ്ടി വന്നിട്ടുണ്ട്. ഹി ഹെൽപ്ഡ് ടു കൗണ്ട് ഔട്ട് ദ ഗ്ലാസസ്. അപ്പോൾ അവനും സദ്യ കഴിക്കുമ്പോഴുള്ള ഗ്ലാസ്സിന് വേണ്ടിയിട്ട് എണ്ണാൻ ഹെൽപ്പ് ചെയ്യാണ്. അപ്പോൾ ഐ കൗണ്ടഡ് ഔട്ട് 5. അപ്പോൾ അവന് കാഴ്ചക്ക് കുറച്ച് പ്രശ്നമുള്ള കുട്ടിയാണ്. അപ്പോൾ അവനെ എണ്ണി നോക്കിയപ്പോൾ 5 ആണുള്ളത്. അപ്പോൾ മറ്റേ കുട്ടി പറയാണ് ദർ ഈസ് 1 മോർ ഇൻ ഫ്രണ്ട്. ഒന്നും കൂടെ ഉണ്ട് എന്ന് പറയാണ്. അപ്പോൾ അവന് അതും കൂടെ കൂട്ടിയിടണം. അപ്പോൾ 5 ആൻഡ് 1 മേക്ക് എത്രയാണ്? 6 ആണ് അല്ലേ. 5 + 1 6. ഇനി നീരവിൻ്റെ മുന്നിലിരിക്കുന്ന ഗ്ലാസ്സുകൾ എത്ര എണ്ണം ഉണ്ട്? 1 2 3 4 5 6 7 8 അല്ലേ. 8 എണ്ണമാണ് ഉള്ളത്. നിയയുടെ മുന്നിലുള്ളതോ 1 2 3 4 5 6 7 ആണ് അല്ലേ. അപ്പോൾ ഇവരുടെ രണ്ടാടെയും കൂടെ കയ്യിൽ മൊത്തത്തിലുള്ള ഗ്ലാസ് 8 + 7 = 15 അല്ലേ. 8 കൂട്ടണം 7 = 15. അടുത്തത് നീരവ് ഗേവ് 3 glasses ടു നിയ. അപ്പം നിയക്ക് 3 ഗ്ലാസ് കൊടുക്കുകയാണ്. നൗ നീരവ് ഹാസ് എത്ര ഗ്ലാസ്സസ് ഉണ്ട്? നീരവ് ഹാസ് ആദ്യം എത്രയായിരുന്നു നീരവിൻ്റെ കയ്യിലുണ്ടായിരുന്നത്? 8 എണ്ണമാണ് അല്ലേ. അപ്പം നിയക്ക് 3 എണ്ണം കൊടുത്താൽ എത്രയാണ്? 8-ൽ നിന്നും 3 പോയാൽ 5 5 ആണ് അല്ലേ. അപ്പോൾ നിയക്ക് എത്ര എണ്ണാവും? നേരത്തെ 7 ആയിരുന്നു, 7 എണ്ണായിരുന്നു. അതിലേക്ക് 3 എണ്ണം കൂടെ കൂട്ടണം. 8 9 10 10 എണ്ണാണ് അല്ലേ ആവുക. ദേ അഗെയിൻ എക്സ്ചേഞ്ച്ഡ് ഗ്ലാസസ്. അങ്ങനെ വീണ്ടും അവർ എക്സ്ചേഞ്ച് ചെയ്യാണ്. ഹൗ മെനി ഗ്ലാസസ് ക്യാൻ ഈച്ച് പോസിബിളി ഹാവ്. അപ്പോൾ എങ്ങനെയൊക്കെ ഈ 15 തന്നെ വരണം. എങ്ങനെയൊക്കെ എക്സ്ചേഞ്ച് ചെയ്യാൻ പറ്റും? മൈ കാൽക്കുലേഷൻ എന്നുള്ളത് നമുക്ക് എത്ര കൊടുക്കാം? 9 ആണ് ഒരാൾക്കെങ്കിൽ മറ്റേ ആൾക്ക് എത്രയായിരിക്കും? 6 ആണ് അല്ലേ. പിന്നെ മൈ ഫ്രണ്ട് കാൽക്കുലേഷൻ എന്നുള്ളത് നമുക്ക് ഏത് കൊടുക്കാം? 3 ആണ് ഒരാൾക്കെങ്കിൽ 12 ആയിരിക്കും മറ്റേ ആൾക്ക്. ഇതുപോലെ ഒരു സംഖ്യ മക്കൾക്ക് എളുപ്പം വിഭജിക്കാൻ വേണ്ടിയിട്ട് ആ സംഖ്യയുടെ അത്ര തന്നെ ഒരു വട്ടമോ ഡോട്ടോ വരയോ എന്തെങ്കിലും ഇടുക. എന്നിട്ട് ഒരു എത്ര എണ്ണമാണോ ഒരു പാർട്ടാക്കി മാറ്റുന്നത്, 5 ആണെങ്കിൽ അത് 5 എണ്ണം വെട്ടിയിട്ട് ബാക്കി എത്ര ആണോ ഉള്ളത് അത് മറ്റേ ആൾക്ക്. അങ്ങനെ കുറേ ഭാഗങ്ങളാക്കി മാറ്റാം. അടുത്തത് എന്താണ്? ഓണം ഫെസ്റ്റ് അല്ലേ. സദ്യ, ഓണത്തിൻ്റെ സദ്യയാണ്. റിലേറ്റീവ്സ് ആൻഡ് നൈബേഴ്സ് കെയിം ഫോർ ദ ഫെസ്റ്റ്. അപ്പോൾ സദ്യ കഴിക്കാൻ വേണ്ടിയിട്ട് റിലേറ്റീവ്സും അയൽവാസികളും കുടുംബക്കാരും ഒക്കെ എത്തിയിട്ടുണ്ട്. ഷോൾ വി ലേ ഔട്ട് ദ ലീവ്സ്. എത്ര ഇലകളുണ്ടെന്നാണ് ചോദിച്ചിട്ടുള്ളത്. നീ എത്ര എണ്ണമാണ് എടുത്തിട്ടുള്ളത്? 9 ആണ് അല്ലേ. നീരവോ 8 ആണ്. അപ്പോൾ ആ 8ഉം 9ഉം കൂടെ കൂട്ടുമ്പോൾ എത്രയാണ് കിട്ടുന്നത്? ഒരാളുടെ 8 കഴിഞ്ഞിട്ട് ബാക്കി മുന്നോട്ട് 9ഉം കൂടെ അങ്ങ് എണ്ണിയാൽ മതി കേട്ടോ. അപ്പം 9 + 8 എത്രയാണ്? 17. അടുത്തത് എന്താണ്? എല്ലാവരും ഓണസദ്യ കഴിക്കുകയാണ് അല്ലേ. ഓൾ സാറ്റ് ഡൗൺ ടു ഈറ്റ്. എല്ലാവരും ഓണസദ്യ കഴിക്കാൻ വേണ്ടി ഇരുന്നിട്ടുണ്ട്. ഹൗ മെനി ചിൽഡ്രൻ. എത്ര കുട്ടികളാണ് ഉള്ളത്? 1 2 3 4 5 6 7 അല്ലേ. 7 കുട്ടികളല്ലേ ഉള്ളത്. ഹൗ മെനി ഗ്രോൺ അപ്സ്. എത്ര മുതിർന്നവരുണ്ട്? 1 2 3 4 5 6 7 8 9. ആൻഡ് ഓൾ ടുഗദർ. കുട്ടികളും മുതിർന്നവരും കൂടെ എത്രയുണ്ടെന്ന് നോക്കാം. ചിൽഡ്രൻ എത്രയായിരുന്നു? 7 ആണ് അല്ലേ. മുതിർന്നവരോ 9 ആണ്. അപ്പം 9 + 7 എത്രയാണ്? 16. അപ്പോൾ നമ്പർ ഓഫ് ലീവ്സ് യൂസ്ഡ് ഫോർ ദ ഫെസ്റ്റ്. അപ്പോൾ സദ്യക്ക് വേണ്ടിയിട്ട് എത്ര ലീവ്സ് ആയിരിക്കും ഉപയോഗപ്പെടുത്തുക? 16 നമ്പേഴ്സ് ആൾക്കാരല്ലേ ഉള്ളത്. അപ്പോൾ 16 ലീവ്സ് 16 ഇലകൾ അല്ലേ. ടോട്ടൽ നമ്പർ ഓഫ് ലീവ്സ് നീരവ് ആൻഡ് നിയ ബ്രോട്ട് എത്രയാണ്? നേരത്തെ നീരവും നിയയും കൂടെ എടുത്ത് വെച്ച ഇല 17 ആണ് അല്ലേ. 17 ആണ്. ആർ ദ ലീവ്സ് മോർ ഓർ ലെസ്. അപ്പോൾ ആ ഇല ഇവർക്ക് കൂടുതലാണോ കുറവാണോ? കൂടുതലാണ് അല്ലേ. മോർ. ഹൗ മെനി? 17 ആണ്. ഇപ്പോൾ ഇവിടെ ഇല ഉപയോഗിച്ചിരിക്കുന്നത് 16 ആണ് അല്ലേ. അപ്പോൾ 17-ൽ നിന്നും 16 പോയാൽ ബാക്കി എത്രയാണ് ഉണ്ടാവുക? 1. അടുത്തത് സൈഡ് സീയിങ്. അങ്ങനെ അവർ ആഫ്റ്റർ ദ ഫസ്റ്റ്
ദ സെറ്റ് ഔട്ട് ഓഫ് ഫോർ ദ പാർക്ക്. അങ്ങനെ അവർ ഭക്ഷണമൊക്കെ കഴിഞ്ഞതിന് ശേഷം പുറത്തേക്കൊക്കെ പോവാണ് അല്ലേ, പാർക്കിലേക്ക് പോവാണ്. അങ്ങനെ ഇതാ ഒരു ബസ്സിൽ അവർ യാത്ര ചെയ്യുമ്പോൾ അവരെന്താണ്, ഒരു കുട്ടി സൈക്കിൾ ഓടിക്കുന്നത് കാണുകയാണ് അല്ലേ. അപ്പോൾ എന്താ നീരവ് പറയും, ന്യൂ സൈക്കിൾ, പുതിയ സൈക്കിളാണ് അല്ലേ. സൈക്കിൾസ് വി ആർ 2. ഹൗ മെനി വീൽസ് ക്യാൻ യു ടെൽ? 2 സൈക്കിളാണ് അവിടെ ഉള്ളത്. അപ്പം മൊത്തം എത്ര വീൽസ് ഉണ്ട്? ഓരോ സൈക്കിളിനും 2 വീൽസ് അല്ലേ, 2 വീൽസ്. അപ്പോൾ 2 സൈക്കിളിനും കൂടെ 2 + 2 = എത്രയാണ്? 2 എത്രയാണ്? 4. 2 and 2 make 4 അല്ലേ. അതായത് 2 പ്രാവശ്യം ആയാൽ എന്തായി? 4 ആയില്ലേ. അതാ പിന്നെ വേറെ രീതിയിൽ എങ്ങനെ പറയാം? 4ൻ്റെ പകുതിയാണ് 2 അല്ലേ, ഹാഫാണ് 2. ഇനി സൈക്കിളിൻ്റെ സ്ഥാനത്ത് 2 ഓട്ടോ ആണെങ്കിലോ? ഓട്ടോസ് വി ആർ 2. ഹൗ മെനി വീൽസ് ക്യാൻ യു ടെൽ? അപ്പോൾ ഞങ്ങൾക്ക് എത്ര ടയർ ഉണ്ടെന്ന്, വീൽസ് ഉണ്ടെന്ന് പറയാമോ? ഒരു ഓട്ടോക്ക് എത്ര എണ്ണമാണ്? 3 ആണ് അല്ലേ. അപ്പോൾ 2 ഓട്ടോക്ക് 3 + 3 = 3 ഉം 3 എത്രയാണ്? 1 2 3 4 5 6. അതായത് നമുക്ക് എങ്ങനെ പറയാം? 3 and 3 make 6 അല്ലേ. 3 3 6 പിന്നെയോ ട്വൈസ് 3 is 6. 2 3 കൂടിയാൽ എത്രയായി? 6 ആയില്ലേ. പിന്നെ എങ്ങനെ പറയാം? ഹാഫ് ഓഫ് 6 is 3. 6ൻ്റെ പകുതിയാണ് 3 അല്ലേ. ഇനി അതേ സ്ഥാനത്ത് കാറാണെങ്കിലോ? കാർസ് വി ആർ 2. 2 കാറുകളുണ്ട്. ഹൗ മെനി വീൽസ് ക്യാൻ യു ടെൽ? അപ്പോൾ എത്ര വീൽസ് ഉണ്ടെന്ന് പറയാമോ? ഒരു കാറിന് എത്രയാണ്? 4 ആണ് അല്ലേ. അപ്പോൾ 2 കാറിന് 4 + 4 എത്രയാണ്? 4 ഉം 4 ഉം 8. ഇതും നമുക്ക് എങ്ങനെ പറയാം? 4 and 4 make 8. 4 4 കൂടിയാൽ 8 ആവും അല്ലേ. ട്വൈസ് 4 is 8. 2 4 എത്രയാണ്? അതും 8 ആണ്. പിന്നെ ഹാഫ് ഓഫ് 8 is 4. 8ൻ്റെ പകുതിയാണ് 4. ഇനി അടുത്തത് എന്താണ്? നിയാസ് സോങ്. നിയയുടെ ഒരു പാട്ടാണ്. കൗസ് മൂവ് ആൻഡ് മൂവ് 1 and 1 make 2 അല്ലേ. കൗ മൂന്ന് ഒച്ച ഉണ്ടാക്കുകയാണ്. 1 and 1 make 1ഉം 1ഉം കൂട്ടിയാൽ എത്രയാണ്? 2. ടൈഗേഴ്സ് റോർ ആൻഡ് റോർ 2 and 2 make 4. 1ഉം 1ഉം 2 ആണ്. 2ഉം 2ഉം 4 ആണ്. പപ്പി ലിക്സ് ആൻഡ് ലിക്സ് 3 and 3 make 6. 3ഉം 3ഉം 6 ആണ് അല്ലേ. 3ഉം 3ഉം 6 ആണ്. ജിറാഫ് സ്റ്റാൻഡിങ് സ്ട്രെയിറ്റ് 4 and 4 make 8. പിന്നെ 4ഉം 4ഉം 8 ആണ് അല്ലേ. ലയൺ ഈസ് ഇൻ ഹിസ് ഡെൻ 5 and 5 make 10. 5ഉം 5ഉം 10 അല്ലേ. അപ്പോൾ 1ഉം 1ഉം 2, 2ഉം 2ഉം 4, 3ഉം 3ഉം 6, 4ഉം 4ഉം 8, 5ഉം 5ഉം 10. ഇനി അടുത്തത് എന്താണ്? ഫിൽ അപ്പ് ദ ബ്ലാങ്ക് ബോക്സസ്. അപ്പോൾ താഴെ വിട്ട ഭാഗം പൂരിപ്പിക്കാനാണ് പറഞ്ഞിട്ടുള്ളത്. നമ്പർ ഓഫ് പിക്ചേഴ്സ്. അപ്പോൾ അതിൻ്റെ ഡബിളാണ് ഇപ്പുറത്ത് എഴുതാൻ പറഞ്ഞിട്ടുള്ളത്. അവിടെ എത്ര ഹെലികോപ്റ്റർ ഉണ്ട്? 2 എണ്ണമാണ് അല്ലേ, 2. അപ്പോൾ അതിൻ്റെ ഡബിൾ എത്രയാണ്? 2ഉം 2ഉം 4. അപ്പം 4 ആണ്. പിന്നെ എത്ര അംബ്രല്ല ഉണ്ട്? എത്ര കുടകളുണ്ട്? 3 ആണ് അല്ലേ. അപ്പോൾ അതിൻ്റെ ഡബിൾ എത്രയാണ്? 6. പിന്നെ എത്ര കാറുണ്ട്? 4. അപ്പോൾ അതിൻ്റെ ഡബിൾ 8. പിന്നെ എത്ര ബോളുണ്ട്? 5. അപ്പോൾ അതിൻ്റെ ഡബിൾ എത്രയാണ്? 10. പിന്നെ ഇവിടെ കുറച്ച് നമ്പേഴ്സാണ് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ അതിൻ്റെ ഡബിൾ എഴുതണം. അപ്പോൾ 6ൻ്റെ ഡബിൾ എത്രയാ? 6നോട് ഒരു 6ഉം കൂടെ കൂട്ടി വെക്കുക. അപ്പോൾ എത്രയാണ്? 12. പിന്നെ ഇവിടെ ഡബിളാണ് തന്നിട്ടുള്ളത് 14. അപ്പോൾ അതിൻ്റെ പകുതി എത്രയായിരിക്കും? 6ഉം 6ഉം 12 അല്ലേ. അപ്പോൾ അതിനോട് 2 എണ്ണം കൂട്ടുമ്പോഴാണ് 14 കിട്ടുന്നത് അല്ലേ. അപ്പോൾ 7. പിന്നെ 8ൻ്റെത് എത്രയാണ്? 16. 9ൻ്റെത് 18. പിന്നെ 20ൻ്റെ പകുതി എത്രയാണ്? ഹാഫ് എത്രയാണ്? 10. അപ്പോൾ മക്കളിത് കുറേ പ്രാവശ്യം ചെയ്ത് നോക്കണേ. ഈ ചിത്രത്തിൽ എത്ര കിളികളാല്ലേ? ഹൗ മെനി ബേർഡ്സ് ഇൻ ദ ട്രീ? മരത്തിൻ്റെ മുകളിൽ എത്ര കിളികളുണ്ട്? നമുക്ക് എണ്ണി നോക്കാം. 1 2 3 4 5 6 7 8. 8 എണ്ണം ഉണ്ട് അല്ലേ. ഇനിയോ ഹൗ മെനി ഓൺ ദ ഗ്രൗണ്ട്? നിലത്ത് എത്ര എണ്ണമാണുള്ളത്? 1 2 3 4 5 6 7 8
9, 10, 11, 12 അല്ലേ? നിലത്ത് 12, 12 എണ്ണമാണ്, മരത്തിൻ്റെ മുകളിൽ 8 എണ്ണവും. ഹൗ മെനി ഇൻ ഓൾ? 8ഉം 12ഉം കൂട്ടിയാൽ എത്രയാണ്? 8 + 12 = എത്രയാണ്? മക്കൾ മൊത്തം കിളികളൊന്ന് എണ്ണി നോക്കിക്കേ. 20, 20 അല്ലേ? വേർ ആർ മോർ ബേർഡ്സ്? എവിടെയാണ് കൂടുതൽ കിളികളുള്ളത്, പക്ഷികളുള്ളത്? ഓൺ ദ ട്രീ ഓർ ഇൻ ദ ഗ്രൗണ്ട്? മരത്തിൻ്റെ മുകളിലാണോ അല്ലെങ്കിൽ ഗ്രൗണ്ടിലാണോ? എവിടെയാണ്? ഇൻ ദ ഗ്രൗണ്ട് അല്ലേ? ഗ്രൗണ്ടിലാണ്, താഴെയാണ് അല്ലേ 12 ഉള്ളത്. അപ്പോൾ ഹൗ മെനി മോർ? എങ്ങനെയാണ് എത്ര കൂടുതലാന്ന് കണ്ടുപിടിക്കുക? കൂടുതലുള്ള നമ്പേഴ്സിൽ നിന്ന് കുറഞ്ഞത് കുറയ്ക്കുക അല്ലേ? അപ്പോൾ എന്താണ് ഈ 12 കിളികളില്ലേ, താഴെ 12 കിളികളില്ലേ, അതിൽ നിന്നും 8, മുകളിൽ 8 അല്ലേ ഉള്ളത്, 8 എണ്ണം വെട്ടിക്കൊടുക്കുക. അങ്ങനെ മനസ്സിലോ അല്ലെ പെൻസിലോ കൊണ്ട് മക്കൾ ബുക്കിലൊന്നിങ്ങനെ ചെറുങ്ങനെ ഒന്ന് വെട്ടിട്ട് കൊടുക്കുക. 8 എണ്ണത്തിന് 1, 2, 3, 4, 5, 6, 7, 8. ബാക്കി എത്രയാണ് ഉള്ളത്? 1, 2, 3, 4. 4 പക്ഷികളാണ് അല്ലേ ബാക്കിയുള്ളത്. അപ്പം നമുക്ക് ഇത് തമ്മിൽ എത്ര കൂടുതലാണ്? 4 കൂടുതൽ. ഇനി പേജ് 75 എന്താ നോക്കാം അല്ലേ? ഡക്സ്. ഹൗ മെനി ഡക്സ് ഓൺ ദ ഗ്രൗണ്ട്? ഗ്രൗണ്ടിൽ എത്ര ഡക്ക് ഉണ്ടെന്ന് എണ്ണി നോക്കണം. നമുക്കൊന്ന് എണ്ണി നോക്കിയാലോ? മക്കളിൻ്റെ കൂടെ തന്നെ എണ്ണണേ. 1, 2, 3, 4, 5, 6, 7, 8, 9, 10, 11. അടുത്തത് ഹൗ മെനി ഡക്സ് ഇൻ വാട്ടർ? വെള്ളത്തിൽ എത്ര എണ്ണാണുള്ളത്? 1, 2, 3, 4, 5, 6, 7, 8, 9. 9 ആണ് അല്ലേ? 9 എണ്ണമാണ്. വേർ ആർ മോർ ഡക്സ്? എവിടെയാണ് കൂടുതൽ ഡക്ക് ഉള്ളത്, താറാവുള്ളത്? ഓൺ ദ ഗ്രൗണ്ട് ഓർ ഇൻ ദ വാട്ടർ? എവിടെയാണ്? ഓൺ ദ ഗ്രൗണ്ട് അല്ലേ? ഗ്രൗണ്ടിലല്ലേ? എത്ര എണ്ണം ഉണ്ട്? 11. 11 എണ്ണം ഉണ്ട്. വെള്ളത്തിൽ 9 എണ്ണം അല്ലേ ഉള്ളത്. അപ്പോൾ ഗ്രൗണ്ടിലാണ് കൂടുതൽ. ഹൗ മെനി മോർ? എത്ര എണ്ണമാണ് കൂടുതലുള്ളത്? അത് നേരത്തെ നമ്മൾ ബേർഡിൻ്റെ ചെയ്ത് നോക്കിയതുപോലെ അത്ര എണ്ണം 9 എണ്ണം ഇതിൽ നിന്ന് മക്കളും എല്ലാവരും പെൻസിലെടുത്ത് വെട്ടി നോക്കാം. അപ്പോൾ ബാക്കി എത്ര ഉണ്ടാവുക? 2 ആണ് അല്ലേ? ഇനി വേറൊരു രീതിയിൽ മക്കൾക്ക് ചെയ്ത് നോക്കണമെങ്കിൽ കുറവുള്ള സംഖ്യ ഏതാണ്? 9 അല്ലേ? അപ്പം 9 അവിടെ മനസ്സിൽ വെച്ചിട്ട് 9ൻ്റെ അടുത്ത സംഖ്യ ഏതാണ്? 10. പിന്നെ അടുത്ത സംഖ്യ ഏതാണ്? 11. അപ്പോൾ എത്ര എണ്ണം എണ്ണീയിട്ടുണ്ട്? 2 എണ്ണം അല്ലേ എണ്ണീയിട്ടുള്ളത്? അതാണ് കൂടുതലുള്ളത്. അപ്പം നമുക്ക് എഴുതാം 11 - 9 = 2. 3 ഡക്സ് ഓൺ ദ ഗ്രൗണ്ട് സ്റ്റെപ്പ്ഡ് ഇൻ ടു ദ വാട്ടർ. ഗ്രൗണ്ടിലുണ്ടായിരുന്ന 3 താറാവ് എന്ത് ചെയ്തു? വെള്ളത്തിലേക്ക് ഇറങ്ങി. പിന്നെയോ 2 ഡക്സ് ഇൻ ദ വാട്ടർ വാക്ക്ഡ് ടു ദ ഗ്രൗണ്ട്. വെള്ളത്തിലുള്ള 2 ഡക്ക് പിന്നെ ഗ്രൗണ്ടിലേക്കും കയറി. അപ്പം മൊത്തം എത്രയാണ്? 3 എണ്ണം വെള്ളത്തിലേക്ക് പോയിട്ടുണ്ടെങ്കിൽ 2 എണ്ണം അങ്ങോട്ട് കയറിയിട്ടുണ്ട് അല്ലേ? അപ്പോൾ ഒറ്റ ഒന്നാണ് വെള്ളത്തിലേക്ക് പോയത് ബാക്കി അല്ലേ? അതിന് കണക്കാക്കിയിട്ട് 2 എണ്ണം അങ്ങോട്ട് ഇറങ്ങിയപ്പോൾ 2 എണ്ണം അങ്ങോട്ട് കയറിയിട്ടുണ്ട്. പിന്നെ 1 വെള്ളത്തിലേക്ക് അധികമായിട്ട് ഇറങ്ങിയിട്ടുള്ളത്. നൗ ഹൗ മെനി ഇൻ വാട്ടർ? അപ്പോൾ വെള്ളത്തിൽ എത്ര എണ്ണമായി? നേരത്തെ 9 ആയിരുന്നു, അതിലേക്ക് 1 കൂടെ കൂട്ടിയപ്പോൾ എത്രയായി? 10 ആണ് അല്ലേ? ഹൗ മെനി ഓൺ ദ ഗ്രൗണ്ട്? ഗ്രൗണ്ടിൽ എത്ര എണ്ണമായി? 11 ആയിരുന്നു, ഇപ്പോൾ അതും 10 ആയി. അടുത്തത് ഓണം ഫെസ്റ്റ് അറ്റ് ദ ക്ലബ്ബ്. ഓൾ വെൻറ്റ് ടു ദ ഓണം ഫെസ്റ്റ് അറ്റ് ദ ക്ലബ്ബ്. എല്ലാവരും ക്ലബിലെ ഓണം ഫെസ്റ്റിന് പോയിട്ടുണ്ട് അല്ലേ? മ്യൂസിക്കൽ ചെയർ എബൌട്ട് ടു സ്റ്റാർട്ട്. അപ്പോൾ അനൗൺസ്മെൻറ്റ് ചെയ്യാണ്, മ്യൂസിക്കൽ ചെയർ സ്റ്റാർട്ട് ചെയ്യാണ്. ദർ ആർ 13 ചിൽഡ്രൻ ആൻഡ് 11 ചെയേഴ്സ്. 13 കുട്ടികളും ഉണ്ട്, 11 കസേരയാണ് അല്ലേ ഉള്ളത്. വെൻ ദ മ്യൂസിക് സ്റ്റോപ്സ്, മ്യൂസിക് നിർത്തുമ്പം എന്താവണം? 2 വിത്തൗട്ട്, 2 പുറത്താവും. 2 വിത്തൗട്ട് സീറ്റ്സ് വിൽ ബി ഔട്ട് ഓഫ് ദ ഗെയിം. 2 ഗെയിമിൽ നിന്ന് പുറത്താകും. അങ്ങനെയാണ് കളി തുടങ്ങുന്നത്. ഇൻ ദ ഫസ്റ്റ് ടൈം ദ മ്യൂസിക് സ്റ്റോപ്പ്ഡ്. ആദ്യം മ്യൂസിക് സ്റ്റോപ്പായപ്പോൾ 2 വെർ ഔട്ട് ഓഫ് ദ ഗെയിം. 2 ഗെയിമിൽ നിന്നും പുറത്തായി. അപ്പോൾ എത്ര കുട്ടികളാണ് ഗെയിമിലുള്ളത്? 13 ആണ് അല്ലേ? 13. ഹൗ മെനി കിഡ്സ് റിമെയിൻ? പിന്നെ ബാക്കി എത്രയാണ് ഉണ്ടാവുക? 13 നിന്നും 2 പോയാൽ 13, 12. അപ്പോൾ ബാക്കി എത്രയാണ്? 11 ആണ് അല്ലേ? 2 ചെയേഴ്സ് വെർ ഓൾസോ റിമൂവ്ഡ്. അപ്പോൾ 2 ചെയർ ഒഴിവാക്കി.
അപ്പോൾ ബാക്കി ചെയർ എത്ര എണ്ണാണുള്ളത്? 11 ചെയേഴ്സ് ആയിരുന്നു അല്ലേ? അപ്പോൾ ബാക്കി എത്ര എണ്ണം ഉണ്ടാവും? 11, 10. അങ്ങനെ ബാക്കോട്ട് 2 എണ്ണം എണ്ണി നോക്കുക. അപ്പോൾ ബാക്കി എത്രയാണ്? 9 ആണ് അല്ലേ? 2 were out in the next round also. അടുത്ത റൗണ്ടിലും 2 ആൾ ഔട്ടായി അല്ലേ? അപ്പോൾ ആൻഡ് 2 more chairs were removed. 2 കസേരയും റിമൂവ് ആക്കി. അപ്പോൾ കുട്ടികൾ എത്രയാ, കസേര എത്രയാന്ന്? കുട്ടികൾ എത്രയായിരുന്നു? 11 ആണ് അല്ലേ? അപ്പോൾ 11 ബാക്കോട്ട് 2 എണ്ണം എണ്ണ. 11, 10. അപ്പോൾ കുട്ടികൾ എത്രയാണ്? 9 ആണ്. ചെയർ 9 ആയിരുന്നു. അപ്പോൾ 9, 8. ബാക്കോട്ട് 2 എണ്ണം എണ്ണ. അപ്പോൾ എത്രയാണ്? 7 ആണ് അല്ലേ? 2 were out in the next round also. അടുത്ത റൗണ്ടിലും 2 ആൾ ഔട്ടായി. അതുപോലെ തന്നെ 2 more chairs were removed. 2 കസേരയും ഒഴിവാക്കി. അപ്പോൾ എത്രയാണ്? കിഡ്സ് എത്രയാണ്? ചെയേഴ്സ് എത്രയാണ്? കിഡ്സ് 9 ആയിരുന്നു അല്ലേ ഉള്ളത്? അപ്പോൾ അതിൻ്റെ ബാക്കോട്ട് 2 എണ്ണം ഉണ്ട്. 9, 8. ബാക്കി എത്രയാണ്? 7 ആണ്. ചെയർ ആണെങ്കിൽ 7 ആയിരുന്നു. അപ്പം ബാക്കോട്ട് 7 പോക്കുക, 6 പോക്കുക. അപ്പോൾ ബാക്കി എത്രയാണ്? 5 ആണ്. ഈ മക്കൾ ഇതുപോലെ ഫ്രണ്ട്സിൻ്റെ കൂടെ ഒക്കെ കളിച്ചു നോക്കുക കേട്ടോ. അടുത്തത് ടഗ് ഓഫ് വാർ, വടംവലി നടക്കുകയാണ്. ഫോർ ടഗ് ഓഫ് വാർ ഈച്ച് ടീംസ് ആസ് 8 members. ദ പ്രോഗ്രാം എൻഡ്സ് വിത്ത് ദിസ് കോമ്പറ്റീഷൻ. അപ്പോൾ വടംവലിയോടുകൂടെ പ്രോഗ്രാം അവസാനിക്കുകയാണ്. ഒരു 8 അംഗങ്ങളാണല്ലേ ഉള്ളത്? 8 ആളുകളാണ് വേണ്ടത് ഓരോ ടീമിൽ. ഹൗ മെനി ഇൻ ഈച്ച് ടീം? ഓരോ ടീമിൽ എത്ര ആളാണ് വേണ്ടത്? 8. ഹൗ മെനി ഇൻ ബോത്ത് ടീംസ് ടുഗദർ? അപ്പോൾ 2 ടീമിലും കൂടെ എത്ര ആളുണ്ടാവും? 8ഉം 8ഉം എത്രയാണ്? 1, 2, 3, 4, 5, 6, 7, 8 ഒരു ഭാഗത്ത്. അപ്പോൾ ബാക്കി അടുത്ത ഭാഗത്തുള്ളത് എണ്ണി നോക്കാം. 9, 10, 11, 12, 13, 14, 15, 16. ഇതാ ഇവിടെ വി ആർ ഓൺലി 5. 5 പേരടങ്ങുന്ന ഒരു ടീം ഉണ്ട് അല്ലേ? അപ്പോൾ അവർക്ക് എത്ര ആൾ കൂടെ വേണം? ഹൗ മെനി മോർ ഡു ദേ നീഡ് ടു മേക്ക് എ ടീം? ഒരു ടീം ആവണമെങ്കിൽ എത്ര ആൾ വേണം? ഇപ്പോൾ 5 അവിടെ മനസ്സിൽ വെച്ചിട്ട് മുന്നോട്ട് എണ്ണി നോക്കുക. 6, 7, 8. അപ്പോൾ 8 ആവണേ എത്ര എണ്ണം എണ്ണി? 3 അല്ലേ? 3 ആണ്. അടുത്തത് ബീഡ് ത്രെഡിങ്. അപ്പോൾ മുത്തുകോർക്കലാണ്. ദർ വർ 6 ഫോർ ദിസ് കോണ്ടസ്റ്റ്. ഈ മത്സരത്തിൽ 6 പേരാണ് പങ്കെടുത്തിട്ടുള്ളത്. സി ഹൗ മെനി ബീഡ്സ് ഈച്ച് ത്രെഡഡ്? അപ്പോൾ ഓരോരുത്തരും എത്ര മുത്തുകൾ കോർത്തിട്ടുണ്ടെന്ന് നോക്കാം. ഹൂ ത്രെഡഡ് ദ മോസ്റ്റ്? ആരതാണ് കൂടുതലുള്ളത്? അപ്പോൾ കണ്ടാൽ നമുക്ക് ജാസിൻ്റെ ആണ് അല്ലേ കൂടുതലുള്ളത്. ക്യാൻ യു സേ വിത്തൗട്ട് കൗണ്ടിങ്? നിങ്ങൾക്ക് കൗണ്ട് ചെയ്യാതെ പറയാൻ കഴിയോ? ജാസിൻ്റെതാണെന്നല്ലേ ഒരു മുത്ത് ഉയർച്ചയിലുള്ളത്. അപ്പോൾ നമുക്ക് ഓരോരുത്തരതും ഇനി എണ്ണി നോക്കണം. ഹൗ മെനി ബീഡ്സ് ഡിഡ് ഈച്ച് ത്രെഡ്? അപ്പോൾ ഓരോന്നിലും എത്ര ത്രെഡ് ഉണ്ടെന്ന് എണ്ണി നോക്കണം. എത്ര ബീഡ്സ് ഉണ്ടെന്ന് എണ്ണി നോക്കണം. അപ്പോൾ താഴെ കാണുന്ന ആ ഒരു കളേഴ്സിൽ കാണുന്നത് 10 ആണ്. അതിനോട് മുകളിലോട്ട് ബാക്കിയുള്ളത് മുത്തുകൾ ആഡ് ചെയ്താൽ മതി, കൂട്ടിയാൽ മതി കേട്ടോ. അപ്പോൾ ഫസ്റ്റ് ഇതെൻ്റെത് റെഡ് 10 ആണ്. അപ്പോൾ ബാക്കി കൂട്ടിയാൽ എത്രയാണ്? 11, 12, 13, 14, 15, 16, 17, 18. പിന്നെ സച്ചുവിൻ്റെത് 10 ഉണ്ട് താഴെ ബ്ലൂ കളറിൽ. പിന്നെ 11, 12, 13. പിന്നെ ദിയൻ്റെതോ 10. പിന്നെ 11, 12, 13, 14, 15. പിന്നെ ജാസിൻ്റെത് 10 ഉണ്ട്. പിന്നെ 11, 12, 13, 14, 15, 16, 17, 18, 19. മിഴിയുടേതാണെങ്കിലോ 10 കഴിഞ്ഞു. പിന്നെ 11, 12, 13, 14, 15, 16, 17. നിഹാലാണെങ്കിൽ 10 ഉണ്ട്. പിന്നെ ഒരു 4 ആണല്ലേ ഓറഞ്ച് ഉള്ളത്. അപ്പോൾ 14 ആണ്. ഹൂ വോൺ? ആരാണ് വിജയിച്ചത്? ജാസ് ആണ് അല്ലേ? ജാസിൻ്റെത് 19 ആണ്. ഇനി എന്താണ്? റൈറ്റ് ദ നമ്പർ ഓഫ് ബീഡ്സ് ഫ്രം ദ ലാർജസ്റ്റ് ടു ദ സ്മോളസ്റ്റ്. അപ്പോൾ ഇവിടെ കുറേ ആളുകൾ നമുക്ക് കിട്ടിയല്ലോ. 6 ആളുടെ നമ്പേഴ്സ് കിട്ടിയിട്ടുണ്ട് അല്ലേ? എത്ര ബീഡ്സ് ആണെന്ന്. അത് വലുതിൽ നിന്ന് ചെറുതിലേക്കാണ് എഴുതേണ്ടത്. അപ്പോൾ ആദ്യം വലുത്, പിന്നെ അതിൻ്റെ ചെറുത്, അതിൻ്റെ ചെറുത്, അങ്ങനെ ഏറ്റവും ചെറുത് വരെ എഴുതുക. അടുത്തത് 10 ആൻഡ് മോർ. ഹൗ മെനി എഗ്സ് ഇൻ ഈച്ച് ട്രേ? ഓരോ ട്രേയിലും എത്ര കോഴിമുട്ടകളുണ്ട്? എത്ര മുട്ടകളുണ്ട്? ഒന്നാമത്തത് എണ്ണി നോക്കാം. 1, 2, 3, 4, 5, 6, 7. 7 ആണ് അല്ലേ? രണ്ടാമത്തെ ട്രേയിലോ 1, 2, 3, 4, 5, 6 ആണ് അല്ലേ? We want 10 eggs in the first tray. ഫസ്റ്റ് ട്രേയിൽ 10 എഗ്ഗ് ആവണമെങ്കിൽ, 10 മുട്ടയാവണമെങ്കിൽ എത്ര എണ്ണം കൂടെ വേണം?
ഹൗ മെനി മസ്റ്റ് ബി ടേക്കൺ ഫ്രം ദ സെക്കൻഡ് ട്രേ. അപ്പോൾ സെക്കൻഡ് ട്രേന്ന് എത്ര എണ്ണം എടുത്താലാണ് ഇവിടെ ഫുള്ളാക്കാൻ പറ്റുക? 10 എണ്ണം ആക്കാൻ പറ്റുക? എത്ര പിന്നെ കളങ്ങളാണ് ഒഴിവുള്ളത്? 1 2 3. അപ്പോൾ 3 എണ്ണം കൂടെ എടുക്കണം അല്ലേ? 7നോട് എത്ര എണ്ണം കൂട്ടുമ്പോഴാണ് 10 കിട്ടുന്നത്? 8 9 10. 7നോട് 3 കൂട്ടുമ്പോഴാണ് 10 കിട്ടുന്നത്. അതായത് 7 + 6 ആണ് അല്ലേ ഇവിടെ ഉള്ളത്. 7 + 6 എന്ന് പറഞ്ഞാൽ 7 + 3 + 3 ആണ് അല്ലേ? 2 3 ആണ് 6. അതായത് 7ഉം 3ഉം എത്രയാണെന്ന് നേരത്തെ പഠിച്ചു? 10 ആണ് അല്ലേ? ആ 10നോട് ഒരു 3യും കൂടെ കൂട്ടിയാൽ എത്രയാണ്? 10 + 3 = 13. 13 ആണ് അല്ലേ? അടുത്തത് ഹൗ മച്ച് ഈസ് 9 + 7? ഡ്രോ എഗ്സ് ഇൻ ദ സെൽസ് ആൻഡ് ഫൈൻഡ് ഔട്ട്. അപ്പോൾ ഇതുപോലെ നിങ്ങൾ എഗ്ഗ് വരച്ചുകൊണ്ട് ചെയ്ത് നോക്കാനാണ് പറഞ്ഞിട്ടുള്ളത്. ഞാൻ എഗ്ഗ് വരയ്ക്കുന്നതിന് പകരം ഡോട്ടാണ് കേട്ടോ ഇട്ടിട്ടുള്ളത്. അപ്പോൾ ഫസ്റ്റത്തെ ആ ഒരു ബോക്സിൽ 9 എഗ്സ് ആണ് നിങ്ങൾ വരച്ചു കൊടുക്കേണ്ടത്. രണ്ടാമത്തേതിൽ 7 ആണ് അല്ലേ? അപ്പോൾ നേരത്തെ ചെയ്തതുപോലെ തന്നെ നമുക്ക് ഇത് 10 ആക്കണമെങ്കിൽ ഫസ്റ്റത്തെ ഈ ഒരു ട്രേ 10 ആക്കണമെങ്കിൽ എത്ര എണ്ണം ഇവിടുന്ന് എടുക്കണം? ഒരു ബോക്സ് അല്ലേ ഒഴിഞ്ഞ് കിടക്കുന്നത്. 9നോട് 1 കൂട്ടിയാലല്ലേ 10. അപ്പോൾ ഒരു 1 ഇങ്ങോട്ട് എടുക്കണം. അപ്പോൾ ബോക്സിൽ എങ്ങനെയാവും? ഫസ്റ്റത്തെ ട്രേയിൽ 10 എഗ്സ് ആവും. രണ്ടാമത്തെ ട്രേയിലോ 6 എഗ്സ് ആണല്ലേ ആവുക. അതായത് 9 + 7 ആയാലും 10 + 6 ആയാലും ആൻസർ ഒന്ന് തന്നെയാണ്. എത്രയാണ്? 16. 9ഉം 7ഉം കൂട്ടിയാലും 16 ആണ് അല്ലേ? 16 ആണ്. 10ഉം 6ഉം കൂട്ടിയാലും 16 ആണ്. ഇനി ലാസ്റ്റ് പേജിൽ എന്താണ്? ആഡ് ആൻഡ് റിമൂവ് അല്ലേ? കൂട്ട് കുറയ്ക്ക്. പിന്നെ 9 and 9 together give 18. 9ഉം 9ഉം കൂട്ടിയാൽ എത്രയാണ്? 18 ആണ് അല്ലേ? ഫിൽ അപ്പ് ദ സെൽസ്. ഇവിടെ ഒരു സെൽസ് തന്നിട്ടുണ്ട്, അത് ഫില്ല് ചെയ്യാനാണ് പറഞ്ഞിട്ടുള്ളത്. ടേക്കിംഗ് എവേ 2 from 11 makes 9. അതായത് 11ൽ നിന്നും 2 എടുത്താൽ എത്രയാണ്? 2 റിമൂവ് ചെയ്താൽ എത്രയാണ് വരുന്നത്? 9 ആണ് അല്ലേ? തിരിച്ച് മുകളിൽ നിന്നും താഴോട്ട് നോക്കുമ്പോൾ 18ൽ നിന്നും 9 പോക്കിയാൽ 9 ആണ്. 9ഉം 9ഉം 18 ആണ്. അതുപോലെയാണ് ചെയ്യേണ്ടത്. അടുത്തത് 9ഉം 5ഉം ആഡ് ചെയ്താൽ എത്രയാണ്? കൂട്ടിയാൽ 10 11 12 13 14. അപ്പോൾ അവിടെ 14 എഴുതാം. അതായത് 14ൽ നിന്നും 5 റിമൂവ് ചെയ്താൽ 9 കിട്ടും. നെക്സ്റ്റ് 9ഉം 8ഉം 17. പിന്നെ 9 തന്നിട്ടുണ്ട്, പിന്നെ 12 ആണ് തന്നിട്ടുള്ളത്. അപ്പം നടുക്ക് എത്രയാണ്? 9നോട് എത്ര കൂട്ടിയാലാണ് 12 കിട്ടുക? 10 11 12. അപ്പോൾ അവിടെ 3 ആണ് അല്ലേ? അതായത് ഈ 12ൽ നിന്നും 3 മൈനസ് ചെയ്താൽ റിമൂവ് ചെയ്താൽ 9 കിട്ടും. അടുത്തത് 6. 9ഉം 6ഉം കൂടെ ആഡ് ചെയ്താൽ എത്രയാണ്? 15. അതായത് 15ൽ നിന്നും 6 റിമൂവ് ചെയ്താൽ 9 ആണ്. അടുത്തത് 9ഉം 7ഉം ആഡ് ചെയ്താൽ എത്രയാണ്? 16 ആണ്. അതായത് 16ൽ നിന്നും 7 റിമൂവ് ചെയ്താൽ 9 കിട്ടും. അടുത്തത് തുക തന്നിട്ടുണ്ട് അല്ലേ? അപ്പം 9നോട് എത്ര കൂട്ടിയാലാണ് 10 കിട്ടുക? 1. 10ൽ നിന്നും 1 പോയാൽ 9. അടുത്തത് 13 തന്നിട്ടുണ്ട്. അപ്പം 9നോട് എത്ര കൂട്ടിയാലാണ് 13 കിട്ടുക? 10 11 12 13 അല്ലേ? 4 കൂട്ടണം. തിരിച്ചും പറയാം, 13ൽ നിന്നും 4 കുറയ്ക്കുമ്പോഴാണ് 9 കിട്ടുന്നത്. അടുത്തത് എന്താണ്? ട്രോഫീസ്. There are trophies for the winners of the contest. How many trophies? അപ്പോൾ ഇത് പിന്നെ കോണ്ടസ്റ്റിൽ വിന്നർ ആയവർക്കുള്ള ട്രോഫികളാണ്. അപ്പോൾ എത്ര ട്രോഫി ഉണ്ട്? ഒന്നാമത്തെ ബോക്സിൽ എത്ര എണ്ണം ഉണ്ട്? 1 2 3 4 5 6 7 8 9 10. അടുത്ത ബോക്സിൽ എത്ര ട്രോഫി ഉണ്ട്? 1 2 3 4 5 6 7 8 9 10 അല്ലേ? രണ്ട് ബോക്സിലും 10 ആണ്. അപ്പോൾ 10 + 10 = 20. 10ഉം 10ഉം കൂട്ടിയാൽ 20. അപ്പോൾ ഈ ഒരു ചാപ്റ്റർ ഇവിടെ വെച്ച് കഴിയാണ്.
അപ്പം മക്കൾ കൂട്ടാനും കുറയ്ക്കാനും ഒക്കെ ചെറിയ ചെറിയ അക്കങ്ങൾ വെച്ചിട്ടും ഓരോ സാധനങ്ങൾ കിട്ടുമ്പോൾ ഒക്കെ കുറച്ചും കൂട്ടിയൊക്കെ ചെയ്തു നോക്കണം കേട്ടോ. അപ്പോൾ മക്കൾ ക്ലാസ് മനസ്സിലായിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഫ്രണ്ട്സിന് ഷെയർ ചെയ്ത് കൊടുക്കാനും സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറന്നു പോകരുതേ. അപ്പോൾ അടുത്ത ക്ലാസ്സിൽ കാണാം.